പാതിവില തട്ടിപ്പ് കേസ് പ്രതി അനന്തു കൃഷ്ണൻ ആളുകളിൽ നിന്ന് വാങ്ങിയത് 143.5 കോടി രൂപയെന്ന് ക്രൈംബ്രാഞ്ച്. പ്രതിയുടെ 21 അക്കൗണ്ടുകളിലേക്കാണ് പണം എത്തിയത്. അനന്തു കൃഷ്ണൻ 2 ദിവസത്തേക്ക് ക്രൈംബ്രാഞ്ച് കസ്റ്റഡിയിൽ വിട്ടു. കേസിൽ കോൺഗ്രസ് നേതാവ് ലാലി വിൻസന്റെ അറസ്റ്റ് ഹൈക്കോടതി തടഞ്ഞു. സംസ്ഥാനത്ത് 20,163 പേരിൽ നിന്നായി പ്രതി അനന്തു കൃഷ്ണൻ 60,000 രൂപ വീതം വാങ്ങിയെന്നാണ് മൂവാറ്റുപുഴ കോടതിയിൽ സമർപ്പിച്ച കസ്റ്റഡി അപേക്ഷയിൽ ക്രൈംബ്രാഞ്ച് വ്യക്തമാക്കിയത്. പ്രതിയുടെ 21 അക്കൗണ്ടുകളിൽ 143.5 കോടി രൂപ എത്തിയെന്നും ക്രൈംബ്രാഞ്ച് സമർപ്പിച്ച റിപ്പോർട്ടിലുണ്ട്. പ്രതി അനന്തു കൃഷ്ണനെ 5 ദിവസത്തെ കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ടെങ്കിലും 2 ദിവസത്തെ കസ്റ്റഡി മാത്രമാണ് കോടതി അനുവദിച്ചത്. അന്വേഷണ സംഘത്തോടെല്ലാം തുറന്നു പറയുമെന്ന് കോടതിയിൽ ഹാജരാക്കാൻ കൊണ്ടുവന്നപ്പോൾ പ്രതി പറഞ്ഞു. അന്വേഷണമായിട്ട് സഹകരിക്കും. കേസിൽ പ്രതി ചേർക്കപ്പെട്ട കോൺഗ്രസ് നേതാവ് ലാലി വിൻസെന്റിന്റെ പങ്ക് എന്ത് എന്നത് റിപ്പോർട്ട് നൽകാൻ ഹൈക്കോടതി നിർദ്ദേശിച്ചു. റിപ്പോർട്ട് ലഭിക്കും വരെ ലാലി വിൻസെന്റിന്റെ അറസ്റ്റ് ഉണ്ടാകരുതെന്ന് കോടതി വാക്കാൽ നിർദ്ദേശം നൽകി. അതിനിടെ തട്ടിപ്പിനിരയായ വനിതകൾ കണ്ണൂർ കമ്മീഷണർ ഓഫീസിലേക്ക് പ്രതിഷേധ പ്രകടനം നടത്തി. പ്രൊമോട്ടർമാർക്കും കോർഡിനേറ്റർമാർക്കുമെതിരെ കേസെടുക്കണമെന്നായിരുന്നു ആവശ്യം. മന്ത്രി കെ കൃഷ്ണൻകുട്ടിയുടെ ഓഫീസിലേക്ക് BJP പ്രവർത്തകരുടെ നേതൃത്വത്തിലും പ്രതിഷേധ പ്രകടനം നടത്തി. 24 കൊച്ചി.